ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ +1 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള, അതായത് സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചാപ്റ്റർ വായിച്ചു തുടങ്ങാം. ഹൗ വണ്ടർഫുൾ ഈസ് എ ലിവിങ് വേൾഡ്. എത്ര മനോഹരമാണ് നമ്മുടെ ഈ ലോകം. ദ വൈഡ് റേഞ്ച് ഓഫ് ലിവിങ് ടൈപ്പ് ഈസ് അമേസിംഗ് ആണ്. ഈ ലിവിങ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് അമേസിംഗ് ആയിട്ടുള്ളതാണല്ലോ. ദ എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റാറ്റ് ഇൻ വിച്ച് വി ഫൈൻഡ് ലിവിങ് ഓർഗാനിസമാണ്. ബീറ്റ് കോൾഡ് മൗണ്ടെയിൻസ് ആയിക്കോട്ടെ, ഡെസിഡിയസ് ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഓഷ്യൻ ആയിക്കോട്ടെ, ഫ്രഷ് വാട്ടർ ലേക്സ് ആയിക്കോട്ടെ, ഡെസേർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിങ്സ് ആയിക്കോട്ടെ, ലീവ് അസ് സ്പീച്ച്ലെസ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും എന്ത് കാണാൻ കഴിയുന്നുണ്ട്? ലിവിങ് ഓർഗാനിസത്തിനെ കാണാൻ കഴിയുന്നുണ്ട്. ഏത് കണ്ടീഷനിലും ലിവിങ് ഓർഗാനിസത്തിനെ കാണാൻ കഴിയുന്നുണ്ട്. ദ ബ്യൂട്ടി ഓഫ് ഗാലപ്പോയിങ് ഓസസ് of migrating birds, the value of flowers of attacking sharks evokes away and a deep sense of wonder. ഓരോ ഗാലപ്പോയിങ് ഹോഴ്സസിൻ്റെ ബ്യൂട്ടിയും പിന്നെ മൈഗ്രേറ്റിംഗ് ബേർഡ്സിൻ്റെ അങ്ങനെ എല്ലാം നല്ല മനോഹരമാണെന്ന് ആണ് പറയുന്നത്. ദ ഇക്കോളജിക്കൽ കൺഫ്ലിക്റ്റ് ആൻഡ് ഓപ്പറേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ആൻഡ് എമംഗ് പോപ്പുലേഷൻ ഓഫ് എ കമ്മ്യൂണിറ്റിയാണ്. ദ ഇക്കോളജിക്കൽ കൺഫ്ലിക്റ്റും ഓപ്പറേഷനുമാണ്. നമ്മൾ പ്രകൃതിയുമായിട്ട് അത്ര നല്ലൊരു ബന്ധം ഉണ്ടാവുന്നുണ്ട്. മെമ്പേഴ്സ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് എമംഗ് പോപ്പുലേഷൻ്റെ ഉള്ളിലും പിന്നെ നമ്മളും പ്രകൃതിയായിട്ടും ഒക്കെ ആ ഒരു നല്ലൊരു ബന്ധം ഉണ്ടല്ലോ, അതാണ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റി. ഓർ ഈവൻ മോളിക്കുലർ ട്രാഫിക് ഇൻസൈഡ് എ സെല്ല് മേക്ക് അസ് ഡീപ്ലി റിഫ്ലക്റ്റ് ഓൺ വാട്ട് ഈസ് ലിവിങ്. എന്താണ് ലിവിങ്, വാട്ട് ഈസ് ഇൻഡീഡ് ഓഫ് ലൈഫ് എന്നുള്ളത്. എന്താണ് ലൈഫ്, എന്തിനാണ് ലൈഫ് എന്നതൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു ക്വസ്റ്റ്യനാണ് അവിടെ ചോദിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ ഹാസ് ടു ഇംപ്ലിസിറ്റ് ക്വസ്റ്റ്യൻസ് വിത്തിൻ ഇറ്റ് ആണ്. നമുക്ക് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, അതിന് രണ്ട് കാരണമുണ്ട്. എന്താണ്? ദ ഫസ്റ്റ് വൺ ഈസ് എ ടെക്നിക്കൽ വൺ ആണ്. അത് പറയുന്നത് എന്താ? ആൻഡ് സീക്സ് ടു ആൻസർ ടു വാട്ട് ലിവിങ് ഈസ് ഓപ്പോസിറ്റ് ടു ദ നോൺ ലിവിങ്. ലിവിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, അതായത് നോൺ ലിവിങ് ആണല്ലോ, അതും ആണ് ഒന്നാമത്. അതായത് ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ജീവനുള്ളതും ജീവനില്ലാത്തതും തമ്മിൽ എന്താണ് വ്യത്യാസം, അതന്നെയാണ് ലിവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്? ആൻഡ് ദ സെക്കൻഡ് ഈസ് എ ഫിലോസഫിക്കലായിട്ടുള്ള, ഫിലോസഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇത് സീക്സ് ആൻസർ ടു വാട്ട് പർപ്പസ് ഓഫ് ലൈഫ്. ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണ് എന്നാണ് പറയുന്നത്. ആസ് സയൻറ്റിസ്റ്റ് വി ഷാൽ നോട്ട് അറ്റംപ്റ്റ് ടു ആൻസറിങ് ദിസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു സയൻറ്റിസ്റ്റിന് എന്തായാലും ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ കഴിയില്ല. വി വിൽ ട്രൈ ടു റിഫ്ലക്റ്റ് വാട്ട് ഈസ് ലിവിങ്, എന്താണ് ലിവിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് ആണ് നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് വരുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ഇഫ് യു ലുക്ക് അറൗണ്ട് യു വിൽ സീ ലാർജ് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം. നമ്മൾ ചുറ്റിൽ എത്രയോ എന്തുണ്ട് ലിവിങ് ഓർഗാനിസംസ് കാണപ്പെടുന്നുണ്ട്. ബീറ്റ് പ്ലോട്ടഡ് പ്ലാന്റ്സ് ആവാം, ഇൻസെക്റ്റ് ആവാം, ബേർഡ്സ് ആവാം, യുവർ പെറ്റ്സ് ഓർ അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് വരെയാവാം. ദർ ആർ ഓൾസോ സെവറൽ ഓർഗാനിസം ദാറ്റ് യു കനോട്ട് സീ വിത്ത് യുവർ നേക്കഡ് ഐ. നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത സാധനങ്ങൾ, അതായത് ജീവികൾ, ലിവിങ് ഓർഗാനിസംസ് വരെ നമ്മുടെ ഭൂമിയിലുണ്ട്. നമ്മൾ കാണുന്നില്ല. നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് പറയുന്ന കുറേ ബാക്ടീരിയ നമ്മൾ കാണുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതാ പറയുന്നത്. ബട്ട് ദേ ആർ ഓൾ അറൗണ്ട് യു എന്ന് പറയും, നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഇഫ് യു വർ ടു ഇൻക്രീസ് ഇൻ ദ ഏരിയ ദാറ്റ് യു മേക്ക് ഒബ്സർവേഷൻസ് ഇന്നാണ്. നമ്മൾ ഏരിയ കൂടുന്നതിനൊപ്പം നമ്മൾ കാണുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും, കൂടി വരുമല്ലോ. ദ റേഞ്ച് ആൻഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ദാറ്റ് യു സീ വുഡ് ബി ഇൻക്രീസ് ആണ്. ഒബിയസ്ലി ഇഫ് യു വർ ടു വിസിറ്റ് എ ഡെൻസ് ഫോറസ്റ്റ്, നമ്മളൊരു നല്ലൊരു ഫോറസ്റ്റ് പോയി, യു വുഡ് പ്രോബബ്ലി സീ മച്ച് ഗ്രേറ്റർ നമ്പർ ആൻഡ് കൈൻഡ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. നമ്മൾ ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നു, ധാരാളം ലിവിങ് ഓർഗാനിസത്തിനെ കാണും. പക്ഷേ നേരെ മറിച്ച് ഈ നമ്മൾ ചെറിയൊരു സ്ഥലത്താണ് പോയതെങ്കിൽ അവിടെ അത്ര എന്തെങ്കിലും ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവണം എന്നൊരു നിർബന്ധമില്ല. ഈച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓർഗാനിസംസ് തന്നെ ആയിക്കോട്ടെ, ദാറ്റ് യു സീ റെപ്രസെൻറ്റ്സ് എന്താണ്, സ്പീഷ്യസ് എന്നാണ്. നമ്മൾ കാണുന്നത് പ്ലാന്റ് ആയിക്കോട്ടെ, ആനിമൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്പീഷ്യസ് എന്നാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് സ്പീഷ്യസ് that are known and describe the range between 1.7 to
1.8 മില്യൺ ആണ്. അതായത് 1.7 to 1.8 മില്യൺ തന്നെ പറയണം, നോട്ട് ബില്യൺ ആണ്. ദിസ് റിഫേഴ്സ് ടു ബയോഡൈവേഴ്സിറ്റി. അപ്പം നമ്മുടെ എണ്ണാൻ കഴിയുന്നത് നമ്പർ ഓഫ് സ്പീഷീസ് നമുക്ക് അറിയുന്ന, നമുക്ക് എണ്ണാൻ കഴിയുന്ന, അത് നമ്മൾ ചുറ്റിലും എത്ര, ഒരു 1.7 to 1.8 മില്യൺ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓ ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ദാറ്റ് ആർ പ്രസൻറ്റ് ഓൺ ദ എർത്ത്. നമ്മളെ ഭൂമിയിൽ നിലനിൽക്കുന്ന, നമുക്ക് എണ്ണാൻ കഴിയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. അതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഷുഡ് റിമെമ്പർ ഹിയർ ദാറ്റ് ആസ് we explore new areas and even old ones, new organisms are continuously being identified. നമ്മൾ ഏരിയാസ് ഒക്കെ കൂടുമ്പോൾ, നമ്മൾ കുറേ വീണ്ടും ഏരിയാസ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറേയേറെ എന്ത് കാണപ്പെടും, ഓർഗാനിസത്തിനെ കാണും. അത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുന്നു. ആസ് സ്റ്റേറ്റഡ് ഏർലിയർ, ദർ ആർ മില്യൺസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ വേൾഡ്. വി നോ the plants and animals in our own area by their local names. നമുക്കറിയുന്ന, നമ്മൾ ഇഷ്ടംപോലെ മില്യൺസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ലോകത്ത്. ഈ പ്ലാന്റ്സും ആനിമൽസും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചുറ്റും നമ്മൾ ഒരു പേരുണ്ടാക്കി നമ്മൾ അതിനെ വിളിക്കും. നമ്മളെ ലോക്കൽ നെയിംസിലാണ് വിളിക്കാം. ദീസ് ലോക്കൽ നെയിംസ് വുഡ് വാരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഓരോ സ്ഥലത്തും ഈ ലോക്കൽ നെയിംസ് വ്യത്യസ്തമാണ്. നമ്മളിപ്പം പറയുന്ന സാധനങ്ങളുടെ പേരായിരിക്കില്ല വേറൊരു രാജ്യത്തിലുള്ള ആൾക്കാർ, അല്ല നമ്മൾ വേറൊരു സ്റ്റേറ്റിലുള്ള ആൾക്കാർ പോലും പറയാം. ഒന്നും വേണ്ട, നമ്മുടെ ഡിസ്ട്രിക്റ്റ് മാറിയാൽ തന്നെ എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ, നമ്മൾ ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. നമ്മൾ ഒരു സാധനം തന്നെയായിരിക്കും, പക്ഷേ നമുക്ക് അത്രയും അത്യാവശ്യമായി നമ്മളൊരു സാധനം അന്വേഷിച്ച് പോവുമായിരിക്കും. പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവണമെന്നും യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. ഓക്കെ, അപ്പം അതാണ്, എല്ലാ സ്ഥലങ്ങളിലും ഓരോന്നിൻ്റെയും പേരുകൾ എന്ത് ചെയ്യും, വാരി ചെയ്തുകൊണ്ട് ഇരിക്കും. ഈവൻ വിത്തിൻ എ കൺട്രി, ഒരു കൺട്രി തന്നെയാട്ടോ. പ്രോബബ്ലി യു വുഡ് റെക്കഗ്നൈസ് ദ കൺഫ്യൂഷൻ ദാറ്റ് വുഡ് ബി ക്രിയേറ്റഡ് ഇഫ് വി ഡിഡ് നോട്ട് ഫൈൻഡ് വേസ് ആൻഡ് മീൻസ് ടു ടാക്ക് ഈച്ച് അതർ. നമുക്ക് റെക്കഗ്നൈസ് കൺഫ്യൂഷനാണ് നമ്മൾ എന്ത് ക്രിയേറ്റഡ് ഡിഡ് നോട്ട് ഫൈൻഡ് വേസ് മീൻസ് ടു ടാക്ക് ഈച്ച് അതർ. നമ്മൾ എന്തെങ്കിലും പറ്റിയാണ് പറയുന്നത്, നമ്മളിപ്പോൾ വേറൊരാളോട് പറയും ഈ സാധനം നല്ലതാണ്, പക്ഷെ ആ സാധനം എന്താണെന്ന് അവർക്ക് മനസ്സിലാവണ്ടേ. അല്ലാതെ അവർ വേറെ സ്ഥലത്തുള്ള ആൾക്കാർ, നമ്മൾ എല്ലാത്തിനും ഒരു സാധനം ചിലർ ഉദ്ദേശിച്ചത്, പക്ഷേ എന്ത് ചെയ്യില്ല, അവർക്ക് മനസ്സിലാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. ആൻഡ് ടു റെഫർ ഓർഗാനിസംസ് വി ആർ ടാക്കിംഗ് അബൌട്ട്, എന്തിനും സാധനത്തെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ദർ ഈസ് എ നീഡ് ടു സ്റ്റാൻഡർഡൈസ് നെയിമിംഗ് ഓഫ് ലിവിങ് ഓർഗാനിസം. നമ്മൾ ഈ ലിവിങ് ഓർഗാനിസത്തിൻ്റെയൊക്കെ പേരുകൾ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്യാം. നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ എവിടെ പോയി ഈ ഒരു പേര് പറഞ്ഞാലും അവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ, ഇപ്പോൾ നമ്മൾ എന്തൊരു സാധനമാണ്, നമ്മളിപ്പോൾ ഗൂഗിളിൽ അതിൻ്റെ ഒറിജിനൽ നെയിം നോക്കിയാൽ നമുക്കിപ്പോൾ അവരോട് ആ ഒറിജിനൽ നെയിം പറഞ്ഞു കൊടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സാധനം എന്താണെന്ന് കിട്ടും. ഇപ്പം ചെടികളൊക്കെ തന്നെ ആയാലും നമ്മളിപ്പം പറയുന്ന പേരുകളായിരിക്കില്ല മറ്റു സ്ഥലത്ത് പറയാം. അതുകൊണ്ടാണ് such that a particular organism is known by the same name all over the world. A particular organism is known. This process is called as nomenclature ആണ്. ഒരു ഓർഗാനിസത്തിന് എല്ലാ സ്ഥലത്തും ഒരൊറ്റ പേരേ പാടുള്ളൂ. അതിനെയാണ് നമ്മൾ നോമെൻക്ലേച്ചർ എന്ന് പറയുന്നത്. IUPAC എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ഒരു നെയിമിംഗ് ആണ് ഉണ്ടാവുക. Obviously, nomenclature or naming is only possible when the organism described correctly and we know to what organism the name is attached to. That is identification. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആ ഒരു പ്ലാന്റിനെ, അല്ല എന്തൊരു സാധനമാണെങ്കിലും നമ്മൾ നെയിം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്, ആ കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ, ആ പേര് തന്നെ കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ യാതൊരു കാരണവശാലും ഒരേ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവില്ല. In order to facilitate the study, number of scientists have established the procedure to assign the scientific name to each known organism. നമ്മൾ എല്ലാ ഓർഗാനിസത്തിനും പേരൊക്കെ കൊടുക്കാൻ
കുറേ സയൻറ്റിസ്റ്റുകൾ. ദിസ് ഈസ് ആക്സെപ്റ്റബിൾ ടു ബയോളജിസ്റ്റ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിലെ എല്ലാ ബയോളജിസ്റ്റുകളും എന്ത് ചെയ്യും, ഇത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഫോർ പ്ലാന്റ്സ് ദ സയൻറ്റിഫിക് നെയിംസ് ആർ ബേസ്ഡ് ഓൺ ദ അഗ്രീഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ ആണ്, വിച്ച് പ്രൊവൈഡഡ് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അപ്പോൾ നോക്കാം, ICBN ആണ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറാണ്. അത് വരുമ്പം ഇൻ്റർനാഷണൽ കോഡ് 4 എന്നാണ്. അതൊന്നും ഓർത്ത് വയ്ക്കണം. ഫോർ നോമൻക്ലേച്ചറാണ്, ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അതായത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറാണ്. ഇനി നോക്കുക, യു മേ ആസ്ക് ഹൗ ആർ ആനിമൽസ് നെയിംഡ്. ആനിമൽസ് ആർ ദ ടാക്സോണമിസ്റ്റ് ഹാവ് ഇവോൾവ്ഡ് ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ആണ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. നോക്കുക, അടുത്തത് എന്താണ്, ICZN. സുവോളജി ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ 4 പകരം നമ്മൾ ഓഫാണ് കൊടുക്കുക. ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നാണ്. ദ സയൻറ്റിസ്റ്റ് നെയിംസ് എൻഷുർ ദാറ്റ് ഈച്ച് ഓർഗാനിസംസ് ആസ് ഓൺലി വൺ നെയിം. ഈ പേരുകൾ ഇടുന്ന സയൻറ്റിസ്റ്റുകൾ എൻഷുർ ചെയ്യണം എന്ത്, ഒരു ഓർഗാനിസത്തിന് ഒരൊറ്റ നെയിമേ പാടുള്ളൂ എന്ന്. ഡിസ്ക്രിപ്ഷൻ ഓഫ് എനി ഓർഗാനിസം ഷുഡ് enable the people in any part of the world to arrive at the same name. ഈ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഏത് നാട്ടിലുള്ള ആൾക്കാർക്കും ഒരൊറ്റ സാധനത്തെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവണമെന്ന്. They are also ensure that such name has not been used for any other non-organism. ഈ പേര് മറ്റൊരു ഓർഗാനിസത്തിനും നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്തെന്ന് ഉറപ്പായിരിക്കണം. Biologists follow universally accepted principles to provide സയൻറ്റിഫിക് നെയിംസ് ടു നോൺ ഓർഗാനിസംസ് ആണ്. ബയോളജിസ്റ്റിന് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ട് പ്രിൻസിപ്പിൾസ് ടു പ്രൊവൈഡ് സയൻറ്റിഫിക് നെയിമാണ്. അപ്പോൾ ഈച്ച് നെയിം ഹാസ് 2 കമ്പോണൻസ് ആണ് ഒരു പേരിന്. നെയിമിന് എത്ര കമ്പോണൻസ് ഉണ്ട്, ഒരു നെയിമിന് നമ്മൾ എത്ര കമ്പോണൻസ് ഉണ്ട്, 2 ഉണ്ട്. ഏതൊക്കെയാണ്, ജനറിക് നെയിമും ഉണ്ട്, സ്പീഷ്യസ് എപ്പിതെറ്റ്, സ്പെസിഫിക് എപ്പിതെറ്റ് എന്ന് പറയും. അപ്പം 2 കമ്പോണൻറ്റ്, ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിതെറ്റ്. ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് ദ നെയിം വിത്ത് 2 കമ്പോണൻസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ദിസ് നെയിമിംഗ് സിസ്റ്റം ഗിവൺ ബൈ ആരാണ്, കാൾ ലിനേയസ് ആണ്. Is being practiced by biologists all over the world. The naming system has 2 words format. Was found convenient ആണ്. Let us take an example of the mangonia. അപ്പം നമ്മൾ പറഞ്ഞ ഈ ബയോളജിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള നെയിംസ് പറയുന്നത്, അത് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് കാൾ ലിനേയസ് ആണ്. അതിന് ഒരു നെയിമിന് അത് ബയോളജിക്കൽ നോമൻക്ലേച്ചർ എന്നാണ് പറയുന്നത്, അല്ല ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ് പറയുന്നത്. അതിന് 2 പാർട്ടുണ്ട്, 2 കമ്പോണൻസ് ആണുള്ള, ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിതെറ്റുമാണ്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏത് എക്സാമിനും നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിളായിട്ട് നമ്മൾ മാംഗോഡിയാണ് പറയുന്നത്. Mangold to understand the way to provide scientific names better. The scientific name of mango was written by Mangifera indica. ഇവിടെ ക്യാപിറ്റൽ എമ്മും സ്മോൾ ലെറ്റർ ഐയും ആണ് വേണം. ഫസ്റ്റത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റൽ എടുക്കുക, പിന്നെ ഒരു ലെറ്റർ പോലും ക്യാപിറ്റൽ പാടില്ല. ലെറ്റസ് സി ഹൗ ദ ബൈനോമിയൽ നെയിം. ഇഫ് ദിസ് നെയിം മാഞ്ചിഫറ റെപ്രസെൻറ്റ്സ് ജീനസ് ആണ്, മാഞ്ചിഫറ എന്ന് പറഞ്ഞാൽ ജീനസ് ആണ്. ഇൻഡിക്ക റെപ്രസെൻറ്റ് സ്പീഷ്യസ് ഓഫ് സ്പെസിഫിക് എപ്പിതെറ്റ് ആണ്. അതർ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് വെച്ചാൽ, ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി എന്താണ്, ലാറ്റിൻ ആയിരിക്കും. ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സിലാണ്. നമ്മൾ ജനറലി അത് ലാറ്റിനാണ്, റിട്ടൺ ചെയ്യുന്നത് ഇറ്റാലിക്സിലാണ്. ദേ ആർ ലാറ്റിനൈസ്ഡ് ഓർ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ആണ്. ലാറ്റിനൈസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ഡിറൈവ് ചെയ്യുന്നത് ലാറ്റിനിൽ നിന്നാണ്. ദ റെസ്പെക്റ്റീവ് ഓഫ് ദിയർ ഒറിജിൻ, അവരുടെ ഒറിജിൻ്റെ ബേസിസിൽ. ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ്സ് എന്താണ്, ഫസ്റ്റ് വേർഡിന് പറയുന്ന പേര് എന്താണ്, ജീനസ് ആണ്. സെക്കൻഡ് കമ്പോണൻസ് ഡിനോട്ട്സ് ദ സ്പെസിഫിക് എപ്പിതെറ്റ് ആണ്. ഫസ്റ്റ് വരുന്നത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ മാഞ്ചിഫറ ഇൻഡിക്കയിൽ എം എന്ന് പറയുന്നത്, മാഞ്ചിഫറ എന്ന് പറയുന്നത് ജീനസ് ആണ്. പിന്നെ രണ്ടാമത് വരുന്നത് സ്പീഷ്യസ് ആണ്, അല്ലെ സ്പെസിഫിക് എപ്പിതെറ്റ് ആണ്. Both words are biological names ആണ്. And when handwritten are separately underlined
ഓർ പ്രിൻറ്റഡ് ചെയ്യുന്ന ഇറ്റാലിക്സ് ആണ്. നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സ് പ്രിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എഴുതുകയാണ് അണ്ടർലൈൻ ചെയ്യണം എന്നാണ്. ഇൻഡിക്കേറ്റ് ദിയർ ലാറ്റിൻ ഒറിജിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്. ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ട്സ് ജീനസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. വൈ ദ സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ ലെറ്റർ ആണ്. അപ്പം നമ്മൾ മാഞ്ചിഫറയിൽ എം എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ആണെന്ന് പറയും. ഐ സ്മോൾ ലെറ്റർ ആണെന്ന് പറഞ്ഞു, ഇൻഡിക്കേറ്റ് ഐ starts with a small letter. It can be illustrated by Mangifera indica. Name of the author appear after the specific epithet, that is the end of the biological name, and is written in an abbreviated form on Mangifera indica Lin. അപ്പോൾ നമ്മൾ ലിനേഴ്സിൻ്റെ ലിന്നാണ് കൊടുത്തത്. അപ്പോൾ എല്ല് ക്യാപിറ്റലാണ്, ബാക്കിയൊക്കെ സ്മോൾ തന്നെ വേണം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദിസ് സ്പീഷീസ് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലിനേഴ്സ് ആണ്. Since it's nearly impossible to study all the living organisms, it is necessary to devise some means to make it possible. The process is called classification. Nearly എല്ലാ കാര്യങ്ങളും വെച്ച് ഇമ്പോസിബിൾ ആണ് ടു സ്റ്റഡി ഓൾ ലിവിങ് ഓർഗാനിസം ആണ്, പക്ഷേ നെസസറി ടു ഡിവൈസ് എ മീൻസ് ടു മേക്ക് പോസിബിൾ ആക്കിയെടുക്കണം. അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് വിച്ച് ഇസ് ഗ്രൂപ്ഡ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഓഫ് ദി ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഓർഗാനിസംസിനെ. For example, we can see easily recognize groups of such as plants, animals or dog, cat, insect ഒക്കെ ഇഷ്ടംപോലെയുള്ള ഓർഗാനിസം നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. The moment we use any of these terms, we associate certain characters with the organisms in this group. നമ്മളൊരു നായയെ കണ്ടാൽ അത് നായയാണ്, അല്ലെങ്കിൽ ഒരു പൂച്ചയെ കണ്ടാൽ അത് പൂച്ചയാണ് എന്ന് തിരിച്ചറിയാൻ അതായത് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്ട് ഇമേജ് ഡു യു സീ വെൻ യു തിങ്ക് ഓഫ് എ ഡോഗ്. നമ്മളൊരു ഡോഗിനെ ചിന്തിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആ ഡോഗിനെ ചിന്തിക്കുന്നതെന്നൊന്ന് ഓർക്കുക. ഒബിയസ്ലി ഈച്ച് വൺ ഓഫ് us വിൽ സീ എ ഡോഗ് ആൻഡ് നോട്ട് നമ്മൾ പൂച്ചേൻ്റെ മുഖം. നമ്മളൊരു നായ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ എപ്പോഴും ഓടിയൊരു നായൻ്റെ മുഖം, അത് പൂച്ചേൻ്റെ മുഖം ഓടുന്നില്ല. അതാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതിനുവേണ്ടിയാണ് അത് പറയുന്നത്. നൗ ഇഫ് വി വേർ ടു തിങ്ക് ഓഫ് അൾസ്റ്റേഷ്യൻസ്, വി നോ ദാറ്റ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. അൾസ്റ്റേഷ്യൻസ് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത് നമുക്കറിയാം. സിമിലർലി ദ പർപ്പസ് suppose we were to say mammals, you would of course thinking animals with external ears and body hairs. Likewise in plants, if we try to talk of wheat, the picture in each of our mind with wheat plant ആണ്. നമ്മളോട് മാമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്റ്റേണൽ ഇയേഴ്സ് ഉണ്ടാവും, പിന്നെന്താ ബോഡി ഹെയർസ് ഉണ്ടാവും. ഇനി അതുമല്ല നമ്മളോട് ഒരു വീറ്റ് പ്ലാന്റ് പഠിച്ചു പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരിക വീറ്റ് പ്ലാന്റ് തന്നെയാണ് വരിക, നോട്ട് റൈസ് ഓർ എനി അതർ പ്ലാന്റ് ആണ്. ആൻഡ് ഓൾ ദീസ് ഡോഗ്സ് ആയിക്കോട്ടെ, ക്യാറ്റ് ആയിക്കോട്ടെ, മാമൽസ് ആയിക്കോട്ടെ, വീറ്റ് ആയിക്കോട്ടെ, റൈസ് ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, എക്സെട്ര ആർ കൺവീനിയൻറ്റ് കാറ്റഗറീസ് ആണ് വി യൂസ് ടു സ്റ്റഡി ഓർഗാനിസംസ്. ദ സയൻറ്റിഫിക് ടേം ഓഫ് ദീസ് കാറ്റഗറീസിനെയാണ് പറയുന്നത്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാക്സ എന്ന് പറയുന്നത്. ഹിയർ you would must be recognized that the taxa can indicate categories at very different levels categoriesനെയാണ്. Plants also form a taxon. Wheat is also another taxon. Similarly animals, mammals, dog overall taxon. But you know that dog is a mammal ആണ്, mammals are animals ആണ്. Therefore animals, mammals, dog represents taxa at different levelsലാണെന്ന്.